9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. അപ്പോൾ അൻവറെ കൂടാതിരുന്ന നഷ്ടമായില്ലേ? അങ്ങനെയല്ലല്ലോ, കൂടാതിരുന്നല്ലേ. അത് ഞങ്ങൾ we will discuss and decide. നമ്മളത് ചർച്ച ചെയ്തിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. തള്ളുവോ കൊള്ളുവോ എന്ന് ആലോചിച്ച് ചെയ്യും. അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ചർച്ച ചെയ്യും. രാഷ്ട്രീയമല്ലേ, ചർച്ച ചെയ്യാതിരിക്കുന്നതിന് എന്താ? അത് തുറക്കാമല്ലോ വാതില്. വാതിലിന് എന്തിനാ താക്കോലെന്തിനാ ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. ഒരു തെറ്റും പറ്റിയിട്ടില്ല. സണ്ണി ജോസഫിന്റെ പേര് പറയാത്ത നന്നായി. പ്രസിഡന്റ്, ഈ ഭരണവിരുദ്ധ എനിക്ക് 2 സ്ഥലത്ത് മത്സരിക്കാൻ പറ്റില്ലല്ലോ. പ്രസിഡന്റ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഈ അൻവർ കൂടി വോട്ട് പിടി അത് സ്പ്ലിറ്റ് ആയില്ല സത്യത്തിൽ. അതല്ലേ റിസൾട്ട് കാണിക്കുന്നത്? കുറച്ചുകൂടി കംഫർട്ടബിൾ മാർജിനിൽ ഈ സമയത്ത് തന്നെ UDF എത്തേണ്ടതല്ലായിരുന്നോ? അൻവർ കൂടി അല്ലല്ല. LDF 2 തവണ തുടർച്ചയായി ജയിച്ച നിയോജക മണ്ഡലത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിക്ക് UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അതാണ് കാണേണ്ടത്. ഈ ഇത്രയും റൗണ്ട് 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി. UDF ഇതിനേക്കാൾ വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. വലിയ വ്യത്യാസമില്ലെന്നല്ലേ ഇപ്പം മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. 6000-ഓളം വോട്ടിന്റെ ലീഡാണ് ഇപ്പോഴുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എപ്പോൾ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് 10,000-ന്റെ മുകളിലായിരിക്കും. കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ 10,000 and 15,000. ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒക്കെ എണ്ണാൻ പോവുകയാണ്. അവിടെ മാർട്ടിൻ ജോർജിനായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നു. മാർട്ടിൻ പറയും എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണൂർ DC പ്രസിഡന്റ് ഉത്തരവാദി. അതെ, എന്തായാലും വലിയ പ്രതീക്ഷ, ഭൂരിപക്ഷം നിങ്ങൾ കണക്ക് കൂട്ടി ആ രീതിയിലേക്ക് തന്നെ പോകും. ഏതാണ്ട് അതിനടുത്തെത്തും. ഫൈനൽ വരട്ടെ, ഫൈനൽ ചിത്രം വരട്ടെ. ശരി. യെസ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് പറഞ്ഞതുപോലെ ഏറെക്കുറെ 15,000 അതല്ലെങ്കിൽ അതിനടുത്തേക്ക് തന്നെ ഭൂരിപക്ഷം എത്തും. അതായത് ഒരു KPCC അധ്യക്ഷന്റെ പ്രതികരണം ഈ സമയത്ത് പ്രതീക്ഷിക്കണമെങ്കിൽ UDF കേന്ദ്രങ്ങളിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു അത്ഭുതവും ഉണ്ടാകാൻ സാധ്യതയില്ല, ഇനി ഒരു അത്ഭുതവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം UDF കേന്ദ്രങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നു കഴിഞ്ഞു. അപ്പോഴും ഈ സനീഷ്, ഈ PV അൻവറിന്റെ കാര്യത്തിൽ ഈ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ. അതെ, കാരണം we will discuss and decide എന്നാണ്. കാരണം തള്ളുന്നില്ല, PV അൻവറിനെ തള്ളുന്നില്ല. കാരണം വോട്ട് പിടിക്കുന്നുണ്ട്. PV അൻവർ അദ്ദേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുത്തതോടെ UDFലേക്ക് തന്നെ അദ്ദേഹം പോകും എന്നതിന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇത് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അപ്പുറത്തും നിന്ന് മത്സരിച്ച ഇതിൽ PV അൻവർ UDFലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയിക്കേ വേണ്ട. കാരണം ആ വഴി അടഞ്ഞിട്ടില്ല. നിങ്ങൾ ഡോർ അടച്ചു എന്നാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡോർ ഇനിയും തുറക്കാമല്ലോ എന്നാണ്. അതായത് UDF കോൺഗ്രസ് വലിയ വിജയം നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല സേതുലക്ഷ്മി, മറിച്ച് PV അൻവറിനെ ഒതുക്കിയിട്ട് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റി എന്താണ്. അതായത് PV അൻവറിനെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചേരണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിനൊരു പാഠം കൊടുത്തിട്ട്, എന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയ വോട്ടുകളുടെ കൂടെ അവകാശം തങ്ങൾക്ക് വേണം എന്ന അർത്ഥത്തിൽ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. PV അൻവറിന് ഇനി എന്തായാലും മറ്റൊരു വഴിയില്ല. അദ്ദേഹം LDFലേക്ക് പോവുക എന്ന് സാധ്യമേ അല്ല. അപ്പോൾ UDFലേക്ക് വരണം. UDFലേക്ക് വരിക എന്നല്ലാതെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. അദ്ദേഹം നല്ല വോട്ട് ഇതിനകം തന്നെ സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പ്രതികരണം നമ്മളതിനെ കാണേണ്ടത് ഈ വോട്ടെണ്ണലിലെ നിർണായകമായിട്ടുള്ള ഈ വോട്ടെണ്ണൽ ദിവസത്തെ ആദ്യ പ്രതികരണത്തിൽ KPCC അധ്യക്ഷൻ അങ്ങേയറ്റം അനുതാപപൂർവമാണ്, അങ്ങേയറ്റം അനുഭാവപൂർണ്ണമാണ് ഈ പറയുന്ന PV അൻവറിന്റെ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡോർ അടച്ചു എന്നാണല്ലോ പറഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അതിന് തുറക്കാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയും വോട്ട് സമാഹരിച്ച ഒരാളെ തള്ളിക്കളയാൻ പറ്റുമോ എന്നുകൂടെ അദ്ദേഹം ചോദിച്ചു. നിസ്സംശയം അതുകൊണ്ട് അതിലേക്കാണ് കാര്യങ്ങൾ. ഡിസ്കസ് ആൻഡ് ഡിസൈഡ് എന്നാണ് PV അൻവറിന്റെ കാര്യത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞത്. കാരണം സണ്ണി ജോസഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്.